ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ യാത്രയിൽ നമ്മൾ ഇന്നൊരു വിശുദ്ധ നാട്ടിലാണ് വന്നെത്തിയിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ വളരെ പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമായ വേളാങ്കണ്ണി പള്ളിയിലാണ് നമ്മളിപ്പം ആയിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മളിവിടെ എത്തിയായിരുന്നു. രാവിലെ കുർബാനയ്ക്കൊക്കെ പങ്കെടുത്ത് പിന്നെ നമ്മൾ ഇവിടെ ഒരു 2-3 പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് ഇപ്പം നമ്മൾ വൈകുന്നേരം ഒന്നും കൂടെ തിരിച്ച് നമ്മുടെ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. അപ്പം മാല എടുക്കുന്ന നേർച്ചയൊക്കെ ഇട്ടു. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് മുടി മുട്ടയടിക്കുന്ന നേർച്ചയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നെയല്ല, എൻ്റെ നീസിൻ്റെ ഒക്കെ തലമുടി മുട്ടയടിക്കാനായിട്ടുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ നമുക്കിനി ബീച്ച് സൈഡിലേക്ക് പോകണം. അപ്പം വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് വളരെ അനുഗ്രഹപ്രദമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. നമുക്ക് ഉള്ളിലേക്ക് ക്യാമറ കടത്താനോ അങ്ങനെയുള്ള ഒരു അനുവാദമില്ല. അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം ഒരു പരിമിതികളിൽ നിന്നാണ് നമ്മളിപ്പം വീഡിയോ എടുക്കുന്നത്. ഇനിയിപ്പം നമുക്ക് ചെന്ന് നമ്മുടെ ബീച്ച് സൈഡിലേക്ക് പോകണം. അവിടെയാണ് ഇതേപോലെ മുട്ടയടിക്കുന്നതിൻ്റെ ഉള്ള നേർച്ചകളും അവിടെയൊക്കെ ആയിട്ടാണ് ഉള്ളത്. അപ്പം ഇനി നമ്മൾ ജസ്റ്റ് ഇപ്പം ഇവിടെ പള്ളിയുടെ ഈ 4 പള്ളികൾ എങ്ങനെയാണ്, എവിടെയൊക്കെയാണ്, അങ്ങനെയൊക്കെ നിങ്ങളിത് കാണിച്ചു തരാം. ഇനി അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുറേ കടകളും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ വേളാങ്കണ്ണി ബീച്ച് ഈ പറഞ്ഞ പോലെ തന്നെ കുറേ അധികം കാണാനുണ്ട്. ഇനി നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഇപ്പം നമ്മൾ വേളാങ്കണ്ണി പഴയ പള്ളിയുടെ മുന്നിലാണ് നിൽക്കുന്നത്. ഇപ്പം തന്നെ നല്ല തിരക്കാണ്. ഇവിടെ ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹം എന്താണെന്ന് അറിഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ വേളാങ്കണ്ണി പള്ളിയും. അവിടെ മാതാവിൻ്റെ അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് കുറേ അധികം ജനങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പം ജസ്റ്റ് ഇതാണ് പഴയ പള്ളിയുടെ ഒരു ഔട്ട്ലൈൻ ഇങ്ങനെ കാണിച്ചതാണ്. ഇനിയിപ്പം കുറച്ച് അങ്ങോട്ട് മാറിയിട്ടാണ് നമുക്ക് ഒരു സെൻറ്റർ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ 4 പള്ളികൾ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പം അവിടേക്ക് നമ്മൾ അതിലെ 3 പള്ളിയിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു രാവിലെ വന്ന സമയത്ത്. ഇനിയിപ്പം പറ്റുവാണെങ്കിൽ തിരിച്ചങ്ങോട്ട് പോയിട്ട് നമുക്ക് ബാക്കി പള്ളി. ഇതാണ് പഴയ പള്ളി. അപ്പം പഴയ പള്ളിയുടെ നേരെ സൈഡിലാക്കി ഇവിടെ ഈ പറയുന്ന ഇയർ ബോറിങ്, ടങ് ഷോർ, അതുപോലെ മുട്ടയടിക്കുന്നതിൻ്റെ അങ്ങനെ നേർച്ചകളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ജസ്റ്റ് ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നൊക്കെ. അപ്പം ഇവിടെയായിട്ട് പലവരും പല സൈഡിലായിട്ട് ഇരുന്ന് മുട്ടയടിക്കുന്നതും അങ്ങനെ കംപ്ലീറ്റ് ഷേവ് ചെയ്യുന്നതും പലതും ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞാപ്പിയുടെ തലമുടി മുട്ടയടിക്കുകയാണ്. ഇവിടെ പലയിടത്തായിട്ട് ചെറിയ ചെറിയ പിള്ളേരുടെയും മുട്ടയടിക്കുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ഫുള്ള് എല്ലാവരും എൻഗേജ്ഡ് ആണ്. കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ബീച്ചിലേക്ക് അവിടുന്ന് ഒരു നേർച്ച വെള്ളം, ഒരു ബക്കറ്റ് തരും നമുക്ക്. ആ ബക്കറ്റിനകത്ത് കുറച്ച് നേർച്ച വെള്ളം എടുത്ത് തല കഴുകണം. അപ്പം അതിന് ആ സൈഡിലേക്ക് പോകേണ്ടതാണ്. അപ്പം നമുക്ക് ഈ പള്ളിയുടെ ഇവിടെ നിന്ന് നേരെ ബീച്ച് വരെ ഫുള്ള് 2 സൈഡ് അപ്പോൾ ഇത് പള്ളിയുടെ അവിടെ നിന്ന് ബീച്ച് വരെ 2 സൈഡിലും ഫുള്ള് കടകളും എല്ലാം ആയിട്ട് ഫുള്ള് ഭയങ്കര ഡെക്കറേറ്റഡ് ആണ്. നല്ല ഭംഗിയാണ് ഇവിടെ കൂടെ നടക്കാൻ. ഈ ഒരു നൈറ്റ് ടൈമും കൂടെ ആയപ്പോഴത്തേക്ക് ഫുള്ള് ലൈറ്റിങ്ങും ഒക്കെ കൂടെ വന്നിട്ട് നല്ലൊരു രസമുണ്ട്. ഭയങ്കര തിരക്ക്. എനിക്ക് തോന്നുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ച് തിരക്ക് കുറവായിരിക്കും. ഇത് മമ്മി, ഇത് ഏത് മാസമാണ് കൂടുതൽ തിരക്ക് വരുന്നത്? മെയ് മാസമൊക്കെയാണ് നല്ല തിരക്ക് വരുന്നത്. അപ്പൊ ഇതിലിപ്പം വണക്കമാസത്തിന്റെ സമയം അല്ലേ?
അപ്പം ഈ സമയത്ത് തിരക്കില്ല എന്ന് പറയാൻ പറ്റത്തില്ല, എല്ലായിടത്തും ആൾക്കാരാണ്. ഇവിടുന്ന് നമുക്കപ്പം വെഞ്ചരിച്ച വെള്ളം തരും. വെഞ്ചരിച്ച വെള്ളം വെച്ച് തലയൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് കളഭം തരുന്നത് ഇവിടെ തേക്കണം. നമ്മളവിടെ പേരെഴുതി വെക്കണം. ഇവിടെ എല്ലാം ഫുള്ള് കടകളാണ് കേട്ടോ. അങ്ങ് കടൽ തീരം വരെയും ഒറ്റയടിക്ക് ഓരോരോ കടകളാണ്. അപ്പൊ ഫുഡ് ഐറ്റംസിന്റെ അത് വേറെയും അങ്ങനെയല്ല. അപ്പൊ നമ്മള് ഒരു ഇതേപോലെ കോലില് ചുറ്റി വെച്ചേക്കുന്ന പൊട്ടറ്റോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ പൊട്ടറ്റോ ഉണ്ടാക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഭയങ്കര കൗതുകം തോന്നിട്ടോ. നല്ല രസമുണ്ട് അത് റെഡി ആക്കുന്നത് കാണാനായിട്ട്. ഇത് ഫുള്ള് ഏതോ ഒരു മെഷീനിൽ കയറ്റി ഇറക്കിയിട്ട് അത് ഒരു കമ്പിൽ കയറ്റി ഇറക്കി അവരിങ്ങനെ ഫുള്ള് സ്പ്ലിറ്റ് ചെയ്ത് വട്ടത്തിങ്ങനെ. ഇതിങ്ങനെ റൗണ്ടില് കട്ട് ചെയ്ത് ഒരു സ്പ്രിങ് പരുവത്തിലായി വരും. എന്നിട്ട് അതവര് സ്പ്ലിറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കും. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് ചെയ്യുന്നതാണ്. ഇതിനത് അതുപോലെ തന്നെ എണ്ണയ്ക്കകത്തോട്ടിട്ട് പൊരിക്കോ? എന്താ എണ്ണയായിരുന്നു? ഇതാണ് ഉപ്പായിരുന്നോ? വെള്ളമായിട്ടത് ഇവിടെ മണലിനകത്ത് ഗ്രീൻ പീസ് അല്ലേ ഇതെന്നു കടല വറുത്തു ഫുള്ള് ലൈവായിട്ട്. ഇത് കാണാൻ തന്നെ നല്ല രസമാണ്. ഇനിയിപ്പോ നമ്മുടെ പൊട്ടറ്റോ ഇത് എണ്ണയ്ക്കകത്ത് കിടന്ന് തിളച്ചത് നല്ല ക്രിസ്പി പരുവത്തിലായി കഴിയുമ്പോഴത്തേക്കും എടുക്കാം. ഇവിടെ പട്ടക്കാന്ന് പുട്ടെന്ന് വെച്ച ഇവിടെ 3-4 ട്രിപ്പ് ഇങ്ങനെ അടുക്കി ചെയ്തോണ്ടിരിക്കുക. മൾട്ടി ടാസ്ക് ആണ്. ഇഷ്ടം പോലെ ജനങ്ങളാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഇത് പട്ടാണിക്കടല മണലിലിട്ട് വറുത്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ പൊട്ടിത്തെറിക്കും. ഇവര് സമ്മതിക്കണം കേട്ടോ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുക. ഇത് ഫുഡ് ഐറ്റംസിന്റെ മാത്രമല്ല, ഇങ്ങോട്ട് ഫുള്ള് മറ്റേ ടോയ്സും ഡ്രസ്സും മെഴുകുതിരിയും രൂപങ്ങളും ഒക്കെ ആയിട്ട് അങ്ങ് വരെ തിങ്ങി നിറഞ്ഞ കടകള്.
ഇനിയിപ്പം വറുത്ത് പൊരിച്ചെടുത്തേക്കുന്ന ഇതില് ഇവര് എന്താ ഇതെന്നതാ ഈ പേസ്റ്റ്? ഇതെന്നതാ? മയണൈസ് ആണോ? മയണൈസ് സോസും കൂടെ അല്ലേ? അണ്ണ ഞങ്ങൾ 1 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യുന്നതാ. അങ്ങനെ നമ്മുടെ സാധനം ലാസ്റ്റ് നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം, അങ്ങോട്ട് പോയിട്ട് കഴിക്കാം. ബാ അങ്ങോട്ട് പോകും. വിട്ടോ ഞാൻ കണ്ടു വിട്ടോ. അവക്ക് ഞാൻ ചൂടുണ്ടോ? കഴിച്ചേ മേളിൽ നിന്ന് ഒരു ചെറുതായിട്ട് എടുത്ത് കഴിച്ചു നോക്കി. ചൂടുണ്ടോ? ഇത് ചൂടില്ല. ഇഷ്ടപ്പെട്ടോ? രസമുണ്ടോ? ആണോ? ഇത് തണുക്കുമ്പോഴാണോ ഇതിന്റെ ക്രിസ്പിനെസ്? എനിക്കറിയത്തില്ല. ഇത് കുറച്ചൊരു റബറി ആയിട്ടുണ്ട്. കഴിക്കുമ്പോൾ മയനൈസും സോസും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ്. നമ്മള് വീട്ടിലെ എണ്ണയ്ക്കകത്തിട്ട് പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കാൻ നോക്കത്തില്ല, അപ്പൊ ഒരു റബറി ഫ്ലോപ്പ് ആകുമ്പോൾ കിട്ടുന്ന ഒരു റബറി ആയിട്ടില്ലേ, അതേപോലത്തെ ഒരു ഇതാണ് എനിക്കിപ്പോ തോന്നുന്നത്. ഭയങ്കര പാടാണ് കേട്ടോ. ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടം തട്ടി പോവാതെ ഇങ്ങനെ കൂടി നിൽക്കുമായിരുന്നു. കാരണം ആൾക്കാർ ഇങ്ങനെ വന്നിങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുക. നമ്മള് ഒരാൾ മിസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തപ്പിയെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാ. അപ്പൊ അങ്ങനെ ഈ നൈറ്റ് ടൈം ഇങ്ങനെ നടക്കാനായിട്ട് ഒരു പ്രത്യേക രസമുണ്ട്. ഓ കഴിച്ചു നമ്മുടെ തീരത്തെത്താറായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിലത്തെല്ലാം ഫുള്ള് മണലായി തുടങ്ങി. അവിടെ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമന്റ് കൊണ്ട് ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒക്കെ ഫുള്ള് മണലായി. എല്ലായിടവും ഭയങ്കര രസമുണ്ട് കാണാൻ. ഇവിടെ പിള്ളേരെ ഇങ്ങോട്ടൊക്കെ വരുമ്പോ അവർക്കെല്ലാം അട്രാക്ട് ആയി പോകാനായിട്ട് അവരെല്ലാം അട്രാക്ട് ചെയ്യുന്ന കുറെ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ടോയ്സും മറ്റേ ഇത് പല പല കാറും വണ്ടികളും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ സാധനങ്ങള്. നമ്മള് തീരം വരെ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ പോക്കറ്റ് ഏകദേശം പകുതി കാലിയാവും. நாங்க இப்பதான் போறோம் பாக்குறதுக்கு. நாங்க மூணாவது 10 രൂപയുടെ ഐറ്റംസ് ഏതെടുത്താലും 10. ഈച്ച് വൺ 10. ഇതെല്ലാം 10 ആണോ? ഇതൊക്കെ 10 ആണോ? അപ്പൊ എന്താ അങ്ങനെ 10? വേറെ ഐറ്റംസ്. അല്ല അപ്പൊ ഫുള്ള് സാധനം ഇല്ല, ചില സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇയർ പിയേഴ്സിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, ടാറ്റു എടുക്കാനും അങ്ങനെ എല്ലാ പരിപാടികളും ഉണ്ട്. ഓഹ് നല്ല തണുത്ത കാറ്റടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര രസമുണ്ട്. അതെ മാങ്ങ മുളകൊടിയൊക്കെ ഫില്ല് ചെയ്ത് കിട്ടിയ മാങ്ങ. അടിപൊളി. മുളക് ഇട്ട്
ചെറിയ പഴുപ്പ് കയറിയ മാങ്ങ. ഗുളി കയറിട്ടേ അടിച്ചടിച്ച് കവളൊക്കെ കടിക്കുന്നു. ലൂബിക്ക, മാങ്ങ, മറ്റേ ഗ്രൗണ്ട് നട്ട് എല്ലാം ഉണ്ട്. ഓ ശരിക്കും പറഞ്ഞാൽ നമ്മള് കടൽ തീരത്തേക്ക് പോകാൻ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ഒരു നേരവും. കാരണം നമ്മൾ ഓരോ പോയിന്റിലും നമ്മൾ സ്റ്റക്കായി പോകും. ഒന്നല്ലെങ്കിൽ അടുത്ത സ്ഥലത്തെ കണ്ട് നമ്മൾ അവിടെ നിന്ന് പോകും. എല്ലാം കൂടുതൽ കാണുന്നതാണ് ഈ ഹാങ്ങിങ് ചലഞ്ച്. ഇപ്പൊ പലയിടത്തായിട്ട് ഞാൻ കണ്ടു ഹാങ്ങിങ് ചലഞ്ച്. ഇത് എത്ര സെക്കൻഡ് ഹോൾഡ് ചെയ്ത് നിൽക്കണം? എത്ര സെക്കൻഡ്? 100 സെക്കൻഡ് തൂങ്ങി കിടന്നാൽ 1000 രൂപ. എൻട്രി ഫീസ് 100 രൂപ അല്ലേ? 100 സെക്കൻഡ് ഒക്കെ ആര് തൂങ്ങി കിടക്കാനായിട്ടാ? കൈ എന്നാ പിന്നെ 1000 കിട്ടുന്ന ആളുടെ അടുത്തപ്പാട് തീരുമിക്കുവാറും. ഇത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പിള്ളേരുടെ ഇത് ചെറിയ ഒരു പാർക്ക് പോലെയുള്ള ഒരു സെറ്റപ്പും കൂടെയാണ് വരുന്നത്. ചോളമുണ്ട്. ആ ഇതിൽ എൻട്രി ഫീസ് എത്രയാ ഫീസ്? 30 രൂപ അല്ലേ? കുറച്ചുകൂടെ പകലായിരുന്നെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നത്. ഭംഗിയിട്ടുള്ള രീതിയിലാണ് സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത്. ഇതിപ്പം ഫുള്ള് കംപ്ലീറ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ തിരമാല അടിച്ചടിച്ചടിച്ച് ഇങ്ങനെ നിരപ്പായിട്ടാണ് കിടക്കുന്നത് ഫുള്ള്. പിള്ളേരുടെ എല്ലാ ഗെയിംസും ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പൊ ലൈറ്റും കൂടെ വന്നു കഴിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. പകലായിരുന്നെങ്കിൽ കുറച്ച് പ്രത്യേക ഭംഗിയായിരുന്നു. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ടും ഒക്കെ കുറെ പേര് ഇവിടെ വന്നിട്ട് ഉപ്പും മുളകും ഒക്കെ അപ്ലൈ കേറി വെള്ളം. അയ്യോ ഫുള്ള് കുളമായി. ഇത് ഹൈ ടൈഡ് ആണ്. ഫുള്ള് കംപ്ലീറ്റ് വേലികയറ്റം കേട്ടോ. നമുക്കൊരു ചോളം വെച്ചാലോ? ചോളം ആ ചോളം 30 rupees ചോളം. ഇതിപ്പം വേലി കയറ്റത്തിന്റെ സമയമായതുകൊണ്ട് ഫുള്ള് കംപ്ലീറ്റ് വെള്ളമാണ് കേട്ടോ. ആക്ച്വലി ഇപ്പൊ ഇവിടെയൊക്കെ ഇരുന്ന കടകളൊക്കെയാണ് അവരൊക്കെ ഇപ്പൊ തള്ളി അവരുള്ളിലേക്ക് നീക്കിയിട്ടുണ്ട്. ഭയങ്കര വെള്ളം ഒഴുക്ക്, ഭയങ്കര വെള്ളം കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ ആ കടയുടെ അവിടെ നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് വെള്ളം കയറുന്നത്. കണ്ടോ ഫുൾ ആ കട വരെ, കടയിപ്പൊക്കെ വെള്ളത്തിലാണ് നിൽക്കുന്നത്. അത് കണ്ടോ അവര് തള്ളി നീക്കുന്നുണ്ടോ? മറ്റേ വണ്ടി വെള്ളം കയറിയിട്ടുള്ളതുകൊണ്ട് അവർ വീണ്ടും ഉള്ളിലേക്ക് തള്ളി നീക്കുക. ഇത് ഞങ്ങളുടെ കിങ്ങളുടെ മോളുടെ സ്ട്രോളറാണ്. അപ്പോൾ കുട്ടി ഇവളിപ്പോൾ രാവിലെ തൊട്ട് ഇതിനകത്ത് തന്നെയാണ്. ആള് ഭയങ്കര കംഫർട്ടബിൾ ആണ്. പേരൻസിനും ഈസിയാണ് കേട്ടോ. അവരിപ്പം എടുത്തുകൊണ്ട് നടന്ന് മടുക്കണ്ട, അവളും കംഫർട്ടാണ്. അവൾക്ക് നല്ല രസമാണ്, ഇഷ്ടമാണ് ഇതിൽ ഇങ്ങനെ ഇരിക്കാനായിട്ട്. അപ്പം ഞങ്ങൾ പള്ളിയിലൊക്കെ ഇരുന്ന സമയത്ത് ഇവളിനകത്ത് കിടന്ന് ഉറക്കമായിരുന്നു. അപ്പോൾ ഇത് കൂടെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ട്രാവലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കംഫർട്ടായിരിക്കും, ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. അങ്ങനെ തിരിച്ച് ഞങ്ങൾ പള്ളിയുടെ അടുത്തേക്ക് പോവായിരുന്നു. അവിടെ നിന്ന് തിരിച്ച് ഹോട്ടലിലേക്ക് വരണം. ഞങ്ങൾക്ക് നല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോട്ടല് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബൈ ടാറ്റാ.
ബൈ. ഇതാണ് ഫുള്ള് നമ്മുടെ വേളാങ്കണ്ണി കടൽ തീരത്തിന്റെ അവസ്ഥ. ഇതാണ്. ഓ അലക്ക നല്ല ചൂട് പൊറോട്ട. ഇത് കണ്ടോ 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 റോൾസ് ആയിട്ടിരിക്കുന്നത്. எப்படி இருக்க? நல்லா இருக்கா? பிசினஸ் ഒക്കെ எப்படி போன? பிசினஸ் ഒക്കെ எப்படி இருக்கு? கஸ்டமர் உள்ளே வாங்க. ஓகே ஓகே. മേലോട്ട് എറിയണമെന്ന് ഇടണേ. മേലോട്ട് ഇങ്ങനെ എറിഞ്ഞിടല്ലേ? ആമാ മേലോട്ട് പോ. മേലോട്ട് ഇടാൻ നോക്കിയത് അങ്ങനെ അവിടെ പറ്റിയിരിക്കുന്ന. എന്റെ സ്വന്തം നാട് കോട്ടയം. കേരള കേരള പെരുമ്പാവൂര് എറണാകുളം. ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഞണ്ടും നല്ല പീസ് ആയിട്ട് എന്താ പറയുന്നത് മസാലകളൊക്കെ പരത്തി വെച്ചേക്കുന്ന മീൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതെങ്ങനെയാ ചേച്ചി ഇതിന്റെ വിലയെല്ലാം? ഇത് 120. 120. ഇത് 350. അത് സ്രാബ്. അത് 700. ആഹാ. അത് 150. ഇതിനിപ്പം മഞ്ഞൾ അപ്ലൈ ചെയ്തിട്ടേ ഉള്ളു, മറ്റേ മസാലകളൊക്കെ നമ്മൾ തന്നെ ഇട്ട്. മസാല കാര മസാല ഉള്ള. ഓ നമ്മളിപ്പോ പറഞ്ഞ അത് അതുപോലെ അപ്പൊ തന്നെ ഉണ്ടാക്കി തരാം. ഇത് 120. ഇത് 80. ഇവിടെ ഇഷ്ടം പോലെ ഗെയിംസും ഉണ്ട് കേട്ടോ. നമുക്കിപ്പം ഇത് എത്ര റിങ്ങാ നമുക്ക് തരുന്നേ? 10 എണ്ണത്തിന് 50 രൂപ. 50 രൂപ. ഇതിപ്പോ നമ്മള് എനിക്കറിയണ്ട, എനിക്ക് വേണ്ട. ഞാൻ ഇത് വരുമ്പോ ഞാൻ ഇട്ടിട്ടില്ല. നമ്മള് ഇത് റിങ് എറിഞ്ഞ് വീഴുന്ന സാധനം നമുക്ക് എടുക്കാം. ഡ്രയറിലില്ല. അപ്പൊ 50 രൂപയ്ക്ക് 2 പേർക്ക് കൂടെ ചെയ്യാം. എത്ര പേർക്ക് വേണം ഇടാലോ. അപ്പൊ ഇത് വീട്ടിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം നമുക്ക് സ്വന്തമാണ് കേട്ടോ. ഇതാണേ. ആഹാ ടേബിള് വീണാണല്ലോ. പക്ഷെ മുന്നത്തേല് ഞാനേ ടേബിളൊക്കെ കഴിഞ്ഞങ്ങ് പോയായിരുന്നു. ഐഷേ അത് കിട്ടിയില്ലേ? അത് മൊത്തം വേണോ? ഫുള്ള് വീഴണോ? എന്നാലും കുഴപ്പമില്ല. ചൂടില് നിന്ന് ചൂട്. ആ ചൂട് ഇപ്പൊ കിട്ടും. ആ സ്പ്രൈറ്റ് വീട്ടിക്കോ. ഓ ജസ്റ്റ് മിസ്. അയ്യടാ ആ റിങ്ങിന്റെ ഷേപ്പ് ശരിയല്ല, അതുകൊണ്ടല്ലായിരുന്നു കിട്ടിയാണ്. അപ്പൊ കമ്പാരിറ്റീവ്ലി വിന്നർ ഞാനാണ്. അറ്റ്ലീസ്റ്റ് എനിക്ക് ആ പക്കത്തെങ്കിലും തട്ടി നിന്നിട്ടുണ്ടായിരുന്നു എന്റെ റിങ്. ഇവിടെ ആ അന്നേ ഇവിടെ നിന്നെറിഞ്ഞോ, ഉള്ളിൽ നിന്നെറിഞ്ഞോ, അപ്പുറത്ത് നിന്നെറിഞ്ഞോ, എറിഞ്ഞു. ഓക്കെ. ഓ കുഴപ്പമില്ല. അത് നമുക്ക് ബോണസ് എന്നാ. അപ്പൊ മേടിക്കാണ് കേട്ടോ. ഇപ്പൊ ഞങ്ങളുടെ കിങ്ങിണി മോൾ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ എക്സ്ട്രോളറിൽ ഇങ്ങനെ അടിപൊളിയായിരുന്നു വെക്കണ്. കിങ്ങസേ ഫുള്ള് നല്ല തിരക്ക്. ഇതിപ്പോ ടാറ്റു ഏരിയ. ഞങ്ങളിപ്പോ തിരിച്ച് നമ്മള് റിട്ടേൺ നമ്മുടെ ഹോട്ടലിലേക്ക് റിട്ടേൺ പോകൊണ്ടിരിക്കാം. നമ്മുടെ സ്പ്രിംഗ് പൊട്ടറ്റോ ഒക്കെ മറ്റേ സ്പൈറൽ പൊട്ടറ്റോ ഒക്കെ എല്ലാവരും കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പം ഇതിപ്പം നമുക്ക് ഞാൻ പറഞ്ഞ 4 പള്ളികളെ കാണാൻ പറ്റുന്ന ഒരു പോയിന്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്.
ഇപ്പൊ നേരെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പള്ളിയുടെ ഫ്രണ്ട് കാണുന്നത്. അപ്പം നമ്മുടെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും 2 പള്ളിയുടെ ഫേസിങ് അവിടുന്നും ഇവിടുന്നും വരുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേക്ക് ലൈറ്റൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു പള്ളിയുണ്ട്. അവിടെയാണ് നമ്മുടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട കുളവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം രാവിലെ നമ്മൾ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഫുള്ള് ഇത് ഗേറ്റുകളെല്ലാം എൻട്രൻസ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 9:15 സമയം കംപ്ലീറ്റ് പള്ളിയുടെ എൻട്രൻസ് വരുന്ന ആ ഗേറ്റുകളൊക്കെ അടച്ചിട്ടിട്ടുണ്ട്. അപ്പം ഭയങ്കര ഒരു എന്താ പറയുന്നത്, എപ്പോഴും അനക്കമുള്ള ഒരു ഏരിയ തന്നെയാണിത്. ആൾക്കാർ കൊണ്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ കടൽ തീരത്തൊക്കെ പോയി അവിടെ കുറേ കാഴ്ചകൾ കണ്ടു. അവിടെ കുറേ കടകളും എല്ലാം ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് പോകുന്ന വിചാരിച്ച് നമുക്ക്. അപ്പം പള്ളിയുടെ ഈ ഒരു 4 പള്ളി ഫേസിങ് വരുന്ന ഈ ഒരു പോയിന്റും കൂടെ ഞങ്ങളൊന്ന് കാണിക്കാമെന്ന് ഓർത്തിട്ട് ഇങ്ങോട്ട് ഓടി വന്നതാണ്. അപ്പം കാണാൻ പറ്റുന്നുണ്ടോ, ഇത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. കുറച്ച് ഇരുട്ട് കയറി തുടങ്ങി നല്ല രീതിയിൽ. ഇപ്പം ലൈറ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് പള്ളിയുടെ ഒരു ചെറിയ ഷെയ്ഡായിട്ട് പള്ളിയുടെ ഷേപ്പും ഇതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഫീലായിരുന്നു ഇവിടെ വന്ന് കണ്ട് എല്ലാം ആസ്വദിച്ച് പ്രാർത്ഥിച്ച്. അപ്പം നമ്മൾ അങ്ങനെ വേളാങ്കണ്ണിയോടും വേളാങ്കണ്ണി പള്ളിയോടും ചർച്ചിനോടും വേളാങ്കണ്ണി ബീച്ചിനോടും ഒക്കെ പയ്യെ ബൈ ബൈ പറഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് പോവുകയാണ്. അപ്പം ഇനി ഇതേപോലെ നല്ല നല്ല വിശേഷങ്ങളും നല്ല നല്ല കാഴ്ചകളും നല്ല സ്ഥലങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണുന്നതോടെ വരെ ഡോക്ടർ അന്നാസ് യാത്ര ഡയറീസ് ജസ്റ്റ് സൈനിങ് ഓഫ്. ബൈ ബൈ.